ദൈവമേ അടുത്ത് ഞാൻ എന്താ ഞാനിവിടെ സർക്കസ് കളിക്കുന്നു. ക്ലീറ്റോൻ ഇങ്ങനെ സമ്മേളനം പറഞ്ഞാൽ അവിടെ ഇവിടെയും പോയി നടന്നാൽ മതിയല്ലോ. നിങ്ങളോട് ഞാൻ എന്ന് പറഞ്ഞാ ക്ലീറ്റോ കുക്കർ ഒന്ന് ശരിയാക്കി തരാൻ? ഇപ്പൊ ഒന്നും പറ്റിയില്ല. ആവശ്യമില്ലെങ്കിൽ വെക്കി, ഞാൻ പറമ്പിൽ പോയി ഒരു പപ്പായ കിട്ടുമോ നോക്കട്ടെ. പിന്നെ ഞാൻ ചാടാതെ എങ്ങനെ ഇരിക്കും? ഇവിടെ പിള്ളേർക്ക് വായു കൊടുക്കാൻ പറ്റുമോ? അവർക്ക് കഴിക്കാൻ എന്തിനു വേണ്ടേ? പറഞ്ഞൊക്കെ വരുമ്പോ കുക്കർ മേടിച്ചിട്ട് വന്നില്ലെങ്കിലായിരിക്കും പറയാൻ പോണത് ഞാൻ. എന്തെങ്കിലും കാണിക്ക് പോ. പിന്നല്ലാതെ രാവിലെ ഞാൻ ഇച്ചിരി പയർ, ഇന്നലെ വൻപയർ ഇരിപ്പണ്ടേ, അത് വെള്ളത്തിലിടാൻ മറന്നുപോയടാ. കുക്കർ ഉണ്ടല്ലോ, അതെപ്പ വെച്ചേക്കണെന്ന് പറയുമ്പോ കരിങ്കല്ല് പോലെ തന്നെ ഇരിക്കുന്നു. അത് മറ്റേ ആവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് എത്ര നാളായിന്നറിയോ ഞാനൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞിട്ട്. ക്ലീറ്റോ ആണോ? ക്ലീറ്റോ ആണോ അല്ലെങ്കിൽ നന്നാക്കുന്നത്? ആ സുഭാഷിന്റെ കടയിൽ കൊടുത്തിട്ട് നാളെ നന്നാക്കാം, മറ്റന്നാൾ നന്നാക്കാന്ന് പറഞ്ഞ ഈ ദിവസം വരെയായി. സുഭാഷ് നല്ല ഇതാണ്. സുഭാഷ് കൊടുത്താൽ അത്ഭുതപ്പെട്ടു. നമ്മളിപ്പോ കൊടുത്ത തിരിച്ചറിവ് ശരിയാക്കി എന്ന് പറയും. ലില്ലിയുടെ ഒരു മിക്സി കൊടുത്താൽ 2 മാസം എതിര് തന്നിട്ടില്ല. നീ എന്തിനു പോയി ചോദിക്കാഞ്ഞത്? ഞാൻ ചോദിച്ചു മടുത്തവനടുത്ത്. അവന് ചുമ്മാ ഭയങ്കര ഡിമാൻഡ് അല്ലാതെ എന്ത് കാര്യം, പണി നടക്കൂലെന്ന്. അത്ര തിരക്കാ? പിന്നല്ലാതെ. എന്റെ ദൈവമേ, വീടുകളിൽ നമ്മുടെ ഇവിടെയൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടാ ചെറുക്കാൻ എന്തെങ്കിലും നന്നാക്കാനുണ്ടായി ചെയ്യുന്നു. അവന്റെ മാറ്റേ അതങ്ങനെ തന്നെ. ഓരോരുത്തരും അങ്ങനെയാണ്. തുടങ്ങണ സമയത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും. ആരാ കൈയും കാലും പിടിച്ചൊക്കെ നിൽക്കും. പിന്നെ ഒരു പദവിയൊക്കെ ആയി വരുമ്പോൾ അവർക്ക് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് അവരുടെ വെയിറ്റും കൂടിക്കൊണ്ടിരിക്കും. എന്ത് ഡിമാൻഡ്? അവനെക്കാളും പണി അറിയാവുന്ന ഒരുത്തൻ വരുമ്പോൾ അവന്റെ ഡിമാൻഡ് പോകും. അതത്രേ ഉള്ളൂ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ഇപ്പം എന്താ അതിൻ്റെ കുഴപ്പം? എന്താണ് കുഴപ്പം? ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നേ പാത്രം കഴുകിയൊക്കെ വെക്കാൻ നേരത്തെ അതിന്റെ സൈഡ് എന്താ ചളിങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ കൂടിയാണ് ഈ ആവി മുഴുവൻ പോണത്. അതുകൊണ്ട് മറ്റേ വിസിൽ വരുന്നില്ല. അത് നന്നാക്കണം. വരുമ്പത്തേനും കുക്കർ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ മേടിച്ചോണ്ട് വന്ന് നീ പിന്നെ കറി വെച്ച് തിന്നു തന്നെ. അല്ലാതെ എന്ത് ചെയ്യാനാ? എടുത്തോ. എന്തിന്? നോക്കട്ടെ. ആർക്ക് നോക്കാൻ? ഞാൻ നോക്കട്ടെ, ഒന്ന് പരീക്ഷിച്ചോ. കാടി നീ ഇത് വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാ. നീ നമ്മളൊരു കാര്യം പറഞ്ഞൊരു സഹായത്തിന് ഒരാൾ വന്നിരിക്കുന്നു, എടുത്തോണ്ട് വരണം. പറയുന്നങ്ങ് അനുസരിച്ചാ പോരെ. നിനക്ക് ഞാൻ ഈ പയറൊന്ന് മാറ്റട്ടെ. ആ മിക്സി ആണെങ്കിൽ കൊണ്ടുകൊടുത്ത് 2 മാസമായെന്നുള്ളതാണ്. അവനാണ് അവൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. വേറെ എവിടെയും വേണമെങ്കിൽ കൊടുക്കാം. വേറെ ഒരു കുഴപ്പമില്ലടാ. അങ്ങനെ പിന്നെ കുഴപ്പമില്ല. പിന്നെ അകത്തോണ്ട് പയർ അല്ല, ഈ വിസിൽ വരുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേഗാത്തത്. അപ്പൊ അതിന് ഏറെ നിൽക്കുന്നില്ല അതിനകത്ത്. ഇവിടെ മറ്റേ സ്ക്രൂ ഡ്രൈവർ അങ്ങനെ സാധനം ഒന്നുമില്ലല്ലോ അല്ലേ? ഞാൻ ഒരു കപ്പങ്ങ എടുത്തിട്ട് വരട്ടെ. വാതിലടച്ചിട്ടിട്ട് പോണേ. സൗകര്യമില്ല. ഏട്ടനിത് അറിയോ? ഏട്ടാ അറിയാവുന്ന പണി ചെയ്താ പോരെ? അറിയാവുന്ന ചാണ്ടി ഓരോരുത്തർ ഓരോ കാര്യം ചെയ്യണത്. ഇപ്പം നീ തന്നെ നോക്ക്, ഡാൻസ് പഠിപ്പിക്കാൻ പോകണം. എനിക്ക് ഡാൻസിൻ്റെ ABC അറിയാമോ? അയ്യോ, ഒന്ന് എൻ്റെ കൂടെ വന്ന് നോക്ക്. ഞാൻ പഠിപ്പിക്കണ കറക്റ്റാണെന്ന് അപ്പം അറിയാമല്ലോ. വേണ്ട, അത് ഊരി കയ്യിലെടുത്ത്. അത് എവിടെയാണ് എൻ്റെ ഒരു ലീക്ക് അവിടെ നിന്ന് അറിയണമല്ലോ നമുക്ക്. മൊത്തത്തിൽ നല്ല ടൈറ്റ് ചെയ്ത് വെക്കണത്. എൻ്റെ ഏട്ടൻ വല്ല കടയിലും കൊണ്ട് കൊടുക്ക്. ഇത് ഏട്ടൻ ഇതിട്ട് പഠിച്ച് അത് കുളവാകും. ഇത് ഇങ്ങനെ തന്നെ എല്ലാവരും പഠിക്കുന്നത്. എന്ത് ഒരു കാര്യം ചെയ്ത് നോക്കണം, അല്ല നമ്മൾ വെറുതെ വെച്ചിട്ട് കാര്യമുണ്ടാ? ക്ലീറ്റോ ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഇത് നശിപ്പിച്ചതിന്റെ പേരിലായിരിക്കും അടുത്ത ഇടിയേ. ഞാൻ നോക്കട്ടെ. ശരിയാവും. അതിന്റെ സൈഡിൽ എങ്ങാണ്ട് ഒരു കുഞ്ഞു ചളുക്കേ ഉള്ളു. അതാണ് ശരിയാക്കേണ്ടത്. ആ കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റുള്ളിൽ ശരിയാക്കി തരും. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കുക്കറ് എന്തോ ഇത് പോകുന്നു അവള് പറയണേ. അപ്പൊ അതൊന്ന് നോക്കണമല്ലോ. ഇത് തങ്കഞ്ചേട്ടത്തിയുടെ ഇല്ലേ? ശരിയാക്കിയത് തന്നെ. എന്റെ മച്ചമ്പ അത് ശരിയാവത്തില്ല ഒരിക്കലും. ഞാൻ എന്തോരം നോക്കിയിട്ടുള്ളതാണ്. എന്തിന്റെ കംപ്ലൈന്റ്? അത് താഴെ വീണ അതിന്റെ അടപ്പിന് എന്തോ കോട്ടമുണ്ട്. അപ്പൊ അതിനകത്ത് വാഷർ ഒരിക്കലും കയറി ടൈറ്റ് ആവത്തില്ല. എന്തോ വെച്ചാൽ എയർ എന്നാലേ വെളി തള്ളിപ്പോവും. ആണോ? പിന്നെ അപ്പൊ നന്നാക്കാൻ പറ്റത്തില്ലേ? എവിടുന്ന് നോക്കല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നന്നാക്കാൻ പറ്റത്തില്ലേട്ടാ.
എന്ത് ചെയ്യും? ക്ലീറ്റ് വെച്ചേട്ടൻ വന്നാൽ പുതിയ കുക്കർ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. എന്റെ തലേ വരും, പറഞ്ഞില്ല എന്ന് വേണ്ട. നടക്കാത്ത കാര്യത്തിന് വേണ്ടി വെറുതെ സമയം കളയുന്നത് എന്തിന്? പുതിയൊക്കെ മേടിക്കാൻ പൈസ കൂടാവൂലേ? നല്ല വിഷയമാവും. 10,500 രൂപ പോകും. 1500. അതിനിപ്പോ പുതിയത് മേടിക്കേണ്ട കാര്യമുണ്ട്. ഇതും പഴയതല്ലേ, ഇതിന് വേറെ സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം മേടിച്ചു കൊടുക്കണം. പഴയത് സെക്കൻഡ് ഹാൻഡ് കിട്ടും ഇതൊക്കെ. വള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ പരിപാടിയാ. പഴയ സ്റ്റൗവ്, കുക്കർ, മിക്സി, ഫ്രിഡ്ജ്. ആണോ? ഞാൻ വേണമെങ്കിൽ 800 രൂപയെങ്കിലും ആവും. 800 രൂപ? അല്ല, പച്ചമിക്ക് വേണമെങ്കിൽ 500 രൂപയ്ക്ക് സെറ്റാക്കി തട്ടെ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 500 രൂപയ്ക്ക് പറഞ്ഞു നോക്കാം. 500 രൂപ കുഴപ്പമില്ല. 800 കൂടുതൽ. 800 ആണ് പിന്നെ കുറച്ച് പൈസ കൊണ്ട് പുതിയത് വാങ്ങിച്ചപ്പോരെ. ഞാനിത് ശരിയായി കൊടുക്കാന്ന് പറഞ്ഞാണല്ലേ. 500 രൂപ എടുത്തോണ്ടോ ഞാൻ പോയി സാധനം മേടിച്ചോണ്ട് തരാം. ഒന്നാമത് അവന് ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്. പെട്ടെന്ന് പോയാൽ കാര്യം നടക്കും. അങ്ങനത്തേക്കല്ലേ കൊടുക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അഴിക്കല്ലേ എന്ന് തലേ വരും. അതവിടെ വെച്ചാൽ ഇത് കൊണ്ടുപോകണോ? അതൊന്നും വേണ്ട, അതിന് ആക്രിക്കാർക്ക് കൊടുക്കാം. ഈ വാഷത്തിന്റെ ഇന്നാളി മേടിച്ചതാ പുതിയ. 500 തന്നെ കൊടുക്കൊന്നും വേണ്ട, അതിനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ ഞാൻ സംസാരിക്കാം. നമ്മൾ എടുത്ത് നീട്ടുമ്പോൾ ഒരു 500 ആള് കാണുമ്പോഴേ പിന്മാറുന്നതല്ലോ. എല്ലാ സാധനങ്ങളൊക്കെ കിട്ടുമോ? എല്ലാ സാധനവും ഉണ്ട്. മിക്സി ഒക്കെ ഉണ്ടാവോ? മിക്സി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇതില് ഗ്യാസ് അടുപ്പ് കുറ്റി അതെല്ലാം ഉണ്ട്. മിക്സി വേണമായിരുന്നു. ഇവിടുത്തെ മിക്സി കേടാണ്. ആണ്. എത്ര രൂപയാണെന്നൊന്ന് ചോദിച്ചിട്ട് വരുമോ? മിക്സിയുടെ വില എനിക്ക് ചോദിച്ചോണ്ട് വരാം, അല്ലെങ്കിൽ ഒരു ദിവസം എൻ്റെ കൂടെ വന്ന് നമുക്ക് നോക്കിയെടുക്കാം. അല്ല, എത്രയാന്നൊന്ന് ചോദിച്ചേക്ക്. ചോദിച്ചോണ്ട് വരാം. 300 രൂപയൊക്കെയാണ്. ഇതിൽ 500 രൂപ, മിക്സി 300 രൂപയ്ക്ക് കിട്ടും. എന്നാലും നമുക്ക് മാസം സംസാരിക്കാം. ഒരു 200 രൂപയെല്ലാം കിട്ടും നോക്ക്. അതിപ്പോഴേ പറയാം, നടക്കാത്ത കാര്യമായിട്ടുണ്ട് പോകത്തില്ല. 200 രൂപയ്ക്ക് എന്തായാലും നടക്കും. 200 രൂപയ്ക്ക് എന്തായാലും കിട്ടും. ഇതിനകത്ത് എന്തായാലും കുറയ്ക്കാൻ പറ്റുന്നത് മാക്സിമം ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പണിയണ്ട. അല്ല, ഇത് ഇളക്കിയത് സെറ്റ് ചെയ്ത് വെക്കണ്ടേ? അല്ല, ഇനി അവൾ അതിന് വരാതെ പറയും. ഇനി അത് സെറ്റ് ചെയ്യാൻ അറിയാം. ഹലോ, റിപ്പയർ ആണ് ഇല്ലായ്മക്കാണ് ഞാൻ. നല്ല കാര്യം ഉണ്ടായിരുന്നു. കൊള്ളാടാ, നല്ലത്. പിന്നെ മോശമായ ഒരു സാധനം ഞാൻ കൊണ്ട് തങ്കച്ചേട്ടത്തേക്ക് തരുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ പിന്നെ പുതിയ സാധനം മേടിക്കണ്ടല്ലേ? എല്ലാം ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് അടിച്ചാൽ പോരെ? എന്തൊക്കെ വേണം? അടുക്കളയിൽ വെക്കേണ്ട പാത്രങ്ങൾ, താവ, അതേപോലെ അലൂമിനിയം ഗ്ലാസ്സുകൾ, കുപ്പി ഗ്ലാസ്സുകൾ, വെട്ടുകത്തി, അടുപ്പുകൾ, കുക്കർ, മിക്സി നോക്കിയാ പിന്നെ മിക്സി ഇരിപ്പുണ്ട്, 3-4 ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് അടുക്കളയിലേക്ക് വേണ്ട എന്ത് സാധനമാണ് എൻ്റെ അടുത്ത് പറഞ്ഞോ, ഞാൻ ഇതേപോലെ എത്തിച്ചിരിക്കും. അത് കൊള്ളാം. പക്ഷേ ഇല്ലേ, പഴയതാണ്. ഇത് ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ. 1 വർഷം അത് പറയാൻ പഴയ ഗ്യാരണ്ടി നമുക്ക് തരും. എൻ്റെ കുടുംബക്കാരാന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ റിസ്ക് 1 വർഷം ഗ്യാരണ്ടി തരും. വേറെ എവിടെ കിട്ടും? സെക്കൻഡ് ഹാൻഡ് കിട്ടുമോ? ഇതാണ് പരോപകാരി റൊണാൾഡോ. എന്നാലും 500 രൂപ എന്നുള്ള ഇച്ചിരി കൂടുതലാടാ. 500? 450. ബാക്കി 50 കീറ് കൃത്യമായിട്ട് മറ്റമ്പി ഏൽപ്പിച്ചിട്ടുണ്ട്. ആണോ? അത്തരം കാര്യങ്ങളിലൊക്കെ റൊണാൾഡോ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല കേട്ടാ. അറ്റമ്പിക്ക് 50 രൂപ കുറയ്ക്കാൻ വേണ്ടി എന്തോരം അരച്ചെന്നറിയോ? കുറച്ച് പാവം. എന്നല്ല അവന്റെ 450 രൂപ ഞാൻ കിളിയിട്ട് വരുമ്പോ മേടിച്ചാലേട്ടാ. 450 രൂപയല്ലേ? അത് വേണ്ട. പിന്നെ 400 രൂപ ആണെങ്കിൽ എന്താ, പൈസ ഇല്ലാത്തിരിക്കണ നേരത്ത് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ആ പൈസ ഇങ്ങോട്ട് താ, എനിക്കിതാ. എന്തിനാ ലില്ലിപ്പണ്ണ വരുന്നത്? ആ 450 രൂപയ്ക്ക് നമുക്ക് 1 കിലോ ബീഫ് മേടിച്ചാൽ പോരെ? ക്ലീറ്റമച്ചമ്പ് ഇന്നില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. മേലെ നമ്മുടെ തോമാച്ചന്റെ കടയിൽ പോയി ക്ലീറ്റമച്ചമ്പ് 1 കിലോ ബീഫ് മേടിക്കാം. അപ്പൊ കൊടുത്തെന്ന് വായി കിട്ടി കഴിച്ചില്ല. അവന്റെ പേര് പറഞ്ഞ വേണ്ട. ഓ എന്റെ പൊന്ന് കാശുകാരൻ, നിന്റെ പൈസ നീ അവിടെ വെച്ചോ, പിന്നെ ആവശ്യം വരും. ഈ കുക്കർ എങ്ങനെയുണ്ടോ നോക്കുകയും ചെയ്യാം. എന്നാ മേടിച്ചിട്ടോ കേട്ടോ. അപ്പൊ നിങ്ങൾ ഉള്ളിയുടെ സെറ്റ് പോടെങ്കിൽ മല്ലിയിലയും കൂടി മേടിക്കണേ കൂടെ. ഇഞ്ചിയൊക്കെ ഉള്ളി അരിയുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് മുന്നിലാണ്. മറത്തില് മതി. എന്നാ അങ്ങോട്ട് തേടാ. നീ വേണ്ടേ 2 കത്തി എടുത്തിട്ട് വാ, കൊണ്ടുവാ. അങ്ങോട്ട് അല്ല, ആ പാത്രം ഇച്ചിരി ഇങ്ങോട്ട് നീക്കി. സവോള അത്ര വേണ്ടായിരുന്നു, ഉള്ളി മതിയായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ എടീ, ഒരു ഗ്ലാസ് വെള്ളം ഇത് അവിടെ ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ഗുണം വെച്ചാൽ കണ്ണ് നിറയില്ല അധികം. അറിഞ്ഞൂടല്ലേ? കുറച്ച് വെള്ളം വെച്ചേക്കണം, അപ്പൊ ഈ കണ്ണ് നിറയൂല. ആണോ? ഏട്ടൻ അന്ന് അങ്ങനെയാണ് അരിഞ്ഞത്? പിന്നല്ല, അന്ന് മറ്റേ
കൊച്ചപ്പച്ചന്റെ കരകയറി താമസത്തിന് വട്ടം വളഞ്ഞിരുന്ന എല്ലാരും കൂടെ ഉള്ളി എറിഞ്ഞില്ലേ? എല്ലാരും അല്ല, എല്ലാരും ഇല്ല, ഞാൻ മാത്രം. നീയൊക്കെ വലിയ ലാസ്റ്റ് ആയപ്പോ ഏട്ടൻ മാത്രം. അതെ ഞാൻ ചോദിച്ചത്, അന്ന് വെള്ളം വെച്ചിട്ടാണ് ഉള്ളി പൊളിച്ചത്. അവസാനം ഞാൻ അത് ചെയ്തു. അവനോട് കണ്ണ് കറിയായിരുന്നത്. എന്തേ വലിയ കാര്യത്തിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നതല്ലേ? അപ്പോൾ തലയിലോട്ട് വെച്ച് തന്നിട്ട് എല്ലാവരും എഴുന്നേറ്റ് പോയി. അതാണ് ഒരു മര്യാദ. ഒരുത്തൻ തയ്യാറായി വരുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് എല്ലാ കാര്യത്തിലും. പാലാപ്പള്ളി പുതുപ്പള്ളി കിട്ടിയാ? ഉള്ളിയൊന്നും ആയില്ല ഇതുവരെ. എടാ, ഇത് എത്ര നേരമാണ് ഇപ്പൊ തീർത്തരാൻ. പിന്നെ ഞെട്ടിക്കുന്നൊരു വാർത്ത. എന്താണ്? ബീഫിൻ്റെ കൂടെ 1/2 കിലോ കരളൂടെ മേടിച്ചു. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊക്കെ പെരട്ടി എടുക്കാം. അത് അടിപൊളി തീരുമാനം. കരളും മേടിച്ചിട്ടുണ്ട്. അത് നന്നായി. എന്ത് പറ്റി? ഏട്ടി ഒന്നും നടക്കാൻ സാധ്യതയില്ല. എന്ത് ഇപ്പൊ അരി തീരൂടെ? ആ ആനം വന്നല്ലോ. ആനം വന്നു കഴിഞ്ഞു. എന്താന്ന്? ഗ്യാസ് തീർന്നു തോന്നുന്നു, കത്തണില്ല. ബുക്ക് ചെയ്തില്ലായിരുന്നു ചേച്ചി? എനിക്കറിയാമോ ബുക്ക് ചെയ്യാൻ? ഗ്രീറ്റോ അല്ലേ ചെയ്യുന്നത്? ഗ്രീറ്റോ 4 വഴി നടക്കല്ലേ? ഇല്ല, കൂത്തില്ല. വേറെ കുറ്റിയില്ലേടേ? ഇല്ല. എന്നാ കുഴപ്പമില്ല, നമുക്ക് അവിടെ ഇട്ട് വെക്കാന്ന്. ആ അത് തന്നെ. അവിടെ ഇട്ട് വെച്ചിട്ട് കാര്യമുണ്ട്. എനിക്ക് ഇവിടെ ആവശ്യത്തിന് വേണ്ടേ. അപ്പൊ ഇനിയിപ്പോ ഇന്നാ നാളെ ബുക്ക് ചെയ്താലും ഇനി എത്ര ദിവസം കഴിഞ്ഞാലോ ഗ്യാസ് കിട്ടുന്നത്? അതൊക്കെ ഓർത്ത് ബുക്ക് ചെയ്യണ്ടേ ചേച്ചി? തങ്കച്ചേട്ടത്തേക്ക് ഇപ്പൊ എന്ത് വേണ്ടേ? ഒരു നിറ ഗ്യാസ് ആണോ? ആണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണോന്ന് നിനക്ക് അറിയാൻ പാടില്ല. പിന്നെ അത് ചോദിക്കണം. പൈസ ഞാൻ പോയി എടുത്തിട്ടുണ്ട്. ഓ, ബ്ലാക്കിനല്ലേ? വേണ്ട, ഞാൻ വിറക് കത്തിച്ചോളാം. ബ്ലാക്കിലൊന്നും അല്ല, ചുമന്ന ഗ്യാസ് കുറ്റി. ഇവിടുത്തെ ഏജൻസിക്കാർ കൊടുക്കുന്ന സെയിം പൈസ എന്നാ ഞാൻ മേടിച്ചെടുത്തത്. അതെവിടെ നിന്ന് കിട്ടും? നീ ഇത് എന്തൊക്കെ ഇത് എടുക്കൂടെ? സകല കൊട്ടേഷൻ പിടിച്ചോളൂ. ഇത്രേ ശരീരം വെച്ചിട്ട് ഈ വീടിന് എന്തെങ്കിലും ഉപകാരം ചെയ്തില്ല പിന്നെ ഞാൻ ജീവിച്ചിട്ടുണ്ടോ? പരോപകാരി റൊണാൾഡ് സെറ്റ്. പരോപകാരമേ പുണ്യം. നാടിനായാലും വീടിനായാലും ബന്ധുക്കൾക്കായാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ കയറിയത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഏട്ടന്റെ സസ്പെൻഷന്റെ കാര്യം ഒന്ന് ശരിയാക്കി കൊടുക്കൂ. നിർബന്ധമാണോ? നിനക്ക് എന്തടി? അല്ല, എല്ലാം ശരിയാക്കി തരും. നിർബന്ധമാണ്. ആ വഴിക്ക് ഞാൻ നോക്കും. വേണ്ട വേണ്ട, എന്റെ കാര്യം ഞാൻ നോക്കുക. അതോടുകൂടി അവന്റെ സസ്പെൻഷൻ ഡിസ്മിസൽ ആവും. കളിയാക്കാതെ എന്റെ ദൈവമേ. പൈസ എടുത്തോണ്ട് പിന്നെ ഞാൻ പറയുന്ന 5 രൂപ പോലും ഞാൻ കൂടുതൽ തരൂല്ല ഏജൻസിക്ക് കൊടുക്കണതില്. ഞാൻ വീണ്ടും പറയുന്നു, 10 രൂപ എങ്ങാനും ആദ്യം അതിനകത്ത് വെക്കുവാന്നുണ്ടെങ്കിൽ അവന്റെ സ്വാമി ചേച്ചി അങ്ങോട്ട് വിശ്വാസമില്ല. എനിക്ക് പരിചയമുള്ള ഗ്യാസ് ഏജൻസിക്കാരുണ്ട്. ഇവിടെ ബുക്ക് ചെയ്യുന്നമാരൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത അമ്മാരെ സ്റ്റോക്ക് ഉണ്ടെങ്കിലും അത് എന്തോ പൂഴ്ത്തി വെക്കും. നമ്മൾ പോയി പറഞ്ഞാൽ ആരും തരും. ഇതിപ്പോ പറഞ്ഞ പോലെ 10 രൂപ കൂടുതലായി. അങ്ങനെ ചെയ്യരുത്. 1000 രൂപയുണ്ട്. 965 ഗ്യാസിന്റെ പൈസ. ബാക്കി പൈസ എനിക്ക് കൃത്യമായിട്ട് തരണം. കൃത്യമായിട്ട് തരും. അല്ലെങ്കിൽ വേണ്ട, ആ പൈസ നീ എടുത്തോ. മേടിക്കില്ല. 10 രൂപ കൂടെ മേടിക്കില്ല. പിന്നെ ഞാൻ വരുന്നത് നോക്കി വെക്കണ്ട. ബീഫിന്റെ പരിപാടി നടക്കട്ടെ, എന്റെ പങ്ക് മാറ്റി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ചാറ് കൂട്ടി മൊത്തം മാറ്റി അപ്പൊ കുറ്റി വേണ്ടടാ. കുറ്റി എടുത്തോണ്ട് പോടാ. ഓ, ഞാനത് ഓർത്തില്ല. ഇതില്ല, പറ്റാനെ കൊല്ലത്ത് വേണം. ആവേശമൂത്ത് പോവുക. നമ്മൾ ഈ പരോപകാരം വന്നിരുന്ന പിന്നെ അന്നേരം ഇതൊന്ന് ഊരി തഞ്ഞോട്ട് വാ. ഞാൻ വരികയല്ലേ. ഓ, ഇതൊന്നും അറിഞ്ഞൂടാ എനക്ക്. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിൽ. ഗ്യാസേ ഗ്യാസേ ഗ്യാസേ, നല്ല പടക്കണ ഗ്യാസേ ഗ്യാസേ ഗ്യാസേ. എന്താണ് ഇത്രയും വൈകിയത്? ഞാൻ പറഞ്ഞില്ലേ പോയിട്ട് വരാൻ താമസിക്കുന്നു. എന്നാലും വാ ഇങ്ങോട്ട് എടുത്തു വെക്കുന്ന. ഇച്ചിരി നേരം ഇരിക്കട്ടെ, വന്ന ക്ഷീണം മാറ്റട്ടെ. എന്നാ വന്ന് ചോറുണ്ടോ അല്ലെങ്കിൽ വെള്ളം എന്തിനും വേണോ? സോഡ സർബത്ത് അടിച്ചു, ചോറ് കഴിക്കാം. ലില്ലിയേ, ചൂട് എന്തോ അത് അഴിച്ചു വെക്കട തീർക്ക. ആള് വന്ന് ഞങ്ങളൊക്കെ ചോറ്. ഞാൻ പറഞ്ഞില്ലേ പോട്ടിച്ച് താമസിക്കുന്നു. കാര്യം അവിടെ ഗോഡൌണിൽ സാർമാരുണ്ടായിരുന്നു, അപ്പൊ അവർ കാണാതെ വേണമല്ലോ കൊണ്ടുവരാൻ. അതിന്റെ എടാ, ഇത് ഈ ഏജൻസിക്കാരൊക്കെ അറിഞ്ഞടുത്ത് വലിയ ഇഷ്യൂ ആക്കും കേട്ടത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്ത് ഇഷ്യൂ? എൻ്റെ തങ്കൻ ചേട്ടത്തേക്ക് ഒരു ഗ്യാസ് കൊണ്ടുവരുന്നത് ഏത് ഏജൻസി ഇഷ്യൂ ആക്കുന്നത്? അങ്ങനെ നമ്മൾ ഇടിച്ച 6-ാം മലയിലെ ഗ്യാസ് അയ്യോ, അത്രയൊന്നും വേണ്ട. ഒരു ഗ്യാസ് കൊണ്ട് തന്നതിന് നീ ഇടി കൊണ്ട് മരിക്കണ്ട. കൂടി പോയല്ലേ? നന്നായി. അല്ലേ, എനിക്കറിയാം. ചെയ്ത് കഴിയുമ്പോൾ അവസാനം കറിവേപ്പിലയുടെ വില കാണത്തുള്ളൂ. അതിപ്പോഴാണ് അച്ചാച്ചന് മനസ്സിലായത്. ലില്ലിപ്പെണ്ണേ, മറ്റേ മിക്സിയുടെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു? വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു? പട്ടി കൊണ്ടുവരും. അയ്യേ, ഒരു തമാശ പറഞ്ഞാലും അത് മനസ്സിലാവത്തില്ലേ? മിക്സഡ് കാര്യം മറക്കല്ലേ കേട്ടാ. കൊടുക്കടാ. അയ്യോ, നമ്മൾ വരച്ചടക്കുന്നത് നമ്മൾ വേറും കറിവേപ്പില. ഞാൻ പറഞ്ഞില്ലേ തമാശ പറഞ്ഞതാണെന്ന്. തമാശ പറഞ്ഞാണ്. അല്ല, കറിവേപ്പില നീ അല്ലേ ആദ്യം പറഞ്ഞത്?
അത് കേട്ടപ്പോഴല്ലേ അവള് പറഞ്ഞത്. അവള് സപ്പോർട്ട് ചെയ്ത അതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ കൂടെ നിന്നല്ലേ. കൂടെ ഇപ്പൊ നിൽക്കുന്നത് കണ്ടില്ലേ? ആ. അത് മിക്സി അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നെങ്കിൽ ഞാൻ പോയപ്പോ പറഞ്ഞായിരുന്നു പൈസ വിട്ടാൽ ഞാൻ കൊണ്ടുവരത്തില്ലായിരുന്നു. നേര് ഇനി അവൻ രണ്ടാമത് ഇനിയും പോണ്ടേ? അതെ അത് ഓർത്തില്ലേ ചേച്ചി? സെറ്റാക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാലും മതിയടാ. ഓ അയ്യോ അത് പറഞ്ഞപ്പോഴാ അച്ഛൻ ഇതൊന്ന് അഴിച്ചു നോക്കൂ. നല്ല വിശപ്പ്. ഇതാരോ വണ്ടിയാടാ? ഇത് നമ്മുടെ ചീമ്പന്റെ. നീ ഇത് അഴിച്ചു വെക്കി, ഞാൻ എടുത്തു തരാം. വാ കൊണ്ട് ഓടിവാ ബീഫ് കോരി വാ. ഞാൻ എടുത്തു കൊടുത്തില്ലേ മൊത്തം കോരി തിന്നും. വരുന്നു വരുന്നേ. വേണ്ടേ ലില്ലേ, ലില്ലേ, ആ ഈ ഫോൺ എടുത്തിട്ട് പോടി. ഈ ഫോൺ എടുത്തിട്ട് പോ. നീ നിന്റെ അടുത്ത് വെച്ചൂടെ ഫോൺ? ഈ ഇവിടെ വെച്ചിട്ട് നീ വിളയിൽ പോയി നിൽക്കേണ്ട കാര്യം എന്താണ്? എന്ത് ആ ഫോൺ എടുത്തിരിക്കുന്നത്. അതൊന്നും ഏട്ടനെ എടുത്തൂടെ ഫോൺ അടിക്കുന്നെന്ന് പറഞ്ഞിട്ട്? നടക്കാൻ പറ്റൂലേ? റോസ് ചേച്ചിയാ. ഹലോ, ഓ എന്തുണ്ട്? ആ സുഖം. ഓ നിങ്ങളിങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. ആ എല്ലാവരും ഉണ്ട്. ആ അപ്പുറത്തുണ്ട്. എന്തേ വിളിച്ചിട്ട് കിട്ടിയില്ലേ? ആ ഹാ ഹാ. പിന്നെ പറ വിശേഷമൊക്കെ. ആ ഹാ. അല്ല എന്തൊക്കെ പോയി? അല്ല അപ്പൊ റോസ് ചേച്ചി അവിടെ ഇല്ലായിരുന്നോ? അപ്പൊ ആരാ കണ്ടത്? ആണോ? ആ ആ ആ. അല്ല എനിക്ക് അറിയത്തില്ല. ആ ഞാൻ പറയാം. ആ ശരി ശരി ശരി, ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാവേ. ആ അവിടെ വല്ല കള്ളം കറിയാ? കള്ളം തന്നെ. എന്നിട്ട് സാധനം വല്ലതും പോയോ? എന്തൊക്കെ പോയിന്നോ അതൊക്കെ എവിടെ എത്തിയെന്നും ഒക്കെ നമുക്കറിയാം. അവിടെ കയറിയ കള്ളനെ നമുക്കറിയാം. എന്താ പോയത്? അവിടുന്ന് ഗ്യാസും കുക്കറും ഒക്കെ അടിച്ചോണ്ട് പോയിന്ന്. ആരായിരിക്കും? ഞാൻ എൻ്റെ കാര്യം ആലോചിക്കുന്നത്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ തോന്നിയടാ ഇതിനകത്ത് എന്തോ പന്തികേടുണ്ടെന്ന്. ഈ കുക്കറും ഇതും കണ്ടപ്പോഴേ. എന്തോ മുഖമൊന്ന് കാണിച്ചേ. എന്തേ? വെറുതെ തള്ളല്ലേ. ചേച്ചിയുടെ മുഖത്തുണ്ടായിരുന്നു ചുളു വിലക്ക് ഒരു സാധനം കിട്ടിയതിന്റെ സന്തോഷം. അയ്യോ എടാ കനക, നമ്മള് പെണ്ണുങ്ങള് ഇച്ചിരി ഒരു 10 രൂപ കുറച്ചൊരു സാധനം കിട്ടിയാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. അത് സത്യമാണ്. ഇവളെന്തായിരുന്നു? എനിക്ക് മിക്സ് ചെയ്താ നീ എത്ര പ്രാവശ്യം ചോദിച്ചടി? ശരി ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ, എനിക്ക് ഇവിടെ തന്നില്ലല്ലോ. എന്നാലും നീ എത്ര പ്രാവശ്യം ചോദിച്ച് പക്ഷെ എനിക്ക് എന്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ കളത്തിലൊന്നും തോന്നിയില്ല. എനിക്ക് തോന്നി കനക, ഇവളെന്തൊക്കെ പറഞ്ഞാലേ ഉള്ളിന്റെ ഉള്ളിൽ ആരോ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് ശരിയല്ല. പക്ഷെ അങ്ങനെ തോന്നിയപ്പോ നീ അന്നേരം പറഞ്ഞില്ലല്ലോ. അതെ കറക്റ്റ്. എന്തേ പറയാനാണല്ലോ നീ പറഞ്ഞത്. നീ ഒരു പോലീസുകാരനായിട്ട് നീ ഈ ചോദ്യം എന്നോട് ചോദിക്കരുത്. പോലീസുകാരെങ്ങനെയാണ്? ചോദിക്കരുന്നല്ല, കറക്റ്റ് തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമ്മളത് ചോദിക്കൂ. അതുകൊണ്ട് ഞാൻ കായംകുളം കൊച്ചുണ്ണിന്ന് പറയല്ലേ, കായംകുളം കൊച്ചുണ്ണി നല്ല മനുഷ്യനാ. അയാൾ ഈ പണക്കാരെന്ന് മേടിച്ചിട്ട് പാവപ്പെട്ടവർ കൊടുത്തതാ. കൊണ്ടോ ചേച്ചി ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും വെളിയിലിരിക്കുന്നത് അകത്ത് ഭയങ്കര ചൂട്, കാറ്റ് വെള്ളം വേണ്ടി വിളിയിരിക്കുന്നു. അല്ല ഫാനില്ലേ അകത്ത്? കറണ്ട് പോയി. കറണ്ട് ഇല്ലയോ? ഇതൊരു ട്രാൻസ്ഫോമർ കൊണ്ട് വരുന്നേ. അച്ഛമ്മയ്ക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ് ഒരു ട്രാൻസ്ഫോമറൊക്കെ സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ. വീട്ടിലിപ്പോ ട്രാൻസ്ഫോമറും ഉണ്ടോ? വീട്ടിലോ? എന്താണ് അങ്ങനെ ഒരു മനോവർത്താനം? റോസ് ചേച്ചി വിളിച്ചായിരുന്നു. എന്തിന്? അവിടുന്ന് ഗ്യാസ് കുറ്റിയും കുക്കറും ഒക്കെ അടിച്ചോണ്ട് പോയ കാര്യം പറഞ്ഞു. അവൾ അറിഞ്ഞോ? ആര് ഗ്യാസ് കുറ്റി? ഏത് കുക്കർ? എന്ത്? അതിന് ആര് പോയില്ലേ? എടാ 2 ആഴ്ചക്ക് മുമ്പ് തങ്കച്ചേട്ടൻ 2 ആഴ്ചയല്ലേ ഞാൻ കുടങ്ങാളേക്ക് പോയി പറഞ്ഞാലുണ്ടല്ലോ അവിടുന്ന് അടിച്ചോണ്ട് പോണത് അപ്പുറത്തെ ആൻ്റപ്പ ചേട്ടൻ കണ്ടായിരുന്നു. എടാ നാണം ഉണ്ടാണ്. എടാ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ് ഇത്. സ്വന്തം വീട്ടിലെ സാധനം അടിച്ചു മാറ്റി നാട്ടുകാർ നിൽക്കാൻ നടക്കുന്നത്. കഷ്ടം. മച്ചമ്പി ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നല്ലേ അടിച്ചു മാറ്റിയത്. അതുമല്ല, അത് അടിച്ചു മാറ്റി ഞാൻ ആർക്കാ കൊണ്ടുവന്നേ? എൻ്റെ സ്വന്തം വീടായ എൻ്റെ മച്ചമ്പിയുടെ ചേട്ടത്തിയുടെ വീട്ടിലോട്ട്. അതെങ്ങനെ മോശമാവും? നീ നിന്നും മെഴുകാതെ, നീ ന്യായം പറയാതെ സാധനം കൊണ്ടുവന്ന് അവൾക്ക് കൊണ്ടേ കൊടുത്തേ അവള് നിന്നെ വീട്ടിൽ കയറ്റൂല.
അവള് വീട്ടിൽ കയറ്റാത്തോണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് അട്ടിപ്പേര് കിടക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അയ്യോ ഇങ്ങനെ കാണിച്ചാൽ ആര് വീട്ടിൽ കയറ്റും? ഒരാളും വീട്ടിൽ കയറ്റത്തില്ല. മെനഞ്ഞാന്ന് രൂപ 2000 ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അതിന് ഒരു 500 രൂപ ഇന്നത്തെ ചെലവിൽ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല. അപ്പം ഇതേപോലെ ചെറിയ സാമ്പത്തിക അതുകൊണ്ട് പൈസ തന്നില്ലെങ്കിൽ ഉടനെ വീട്ടിൽ കയറി അങ്ങ് മോഷ്ടിച്ച് വിൽക്കുവോ? ഒട്ടിച്ചല്ലോ ഒരു സാമ്പത്തിക ക്രയവിക്രയം. ഇല്ലാത്തവൻ അന്നത്തിന് വേണ്ടി ഉള്ളവനിൽ നിന്ന് വാങ്ങാതെ കർത്താവ് നമ്പരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കുറച്ചവനെ കൂട്ടുപിടിച്ചാലുണ്ടല്ലോ ഉള്ള കള്ളത്തരം മുഴുവൻ കാണിച്ചിട്ട്. മച്ചമ്പി എൻ്റെ അവസ്ഥ മച്ചമ്പി ഒന്ന് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഈ 2 സാധനത്തിനും ആ വീട്ടിൽ യാതൊരു ഉപയോഗമില്ല. വെളിയിൽ നിന്ന് ആഹാരം മേടിക്കുന്നുണ്ട്, ഗ്യാസ് എടുക്കുന്നില്ല. ഒന്നും വേവിക്കാത്തതുകൊണ്ട് കുക്കർ കൊടുക്കുന്നില്ല. ഞാൻ ചെന്നപ്പോൾ ഈ കുക്കറിനകത്ത് പൂച്ച പ്രസവിച്ച് കിടക്കുമായിരുന്നു, അറിയാമോ? അത് പൂച്ചയെ പട്ടി എന്താ പറ്റി കിടന്നോട്ടെ. കുക്കറിന് 450 രൂപ, ഇതിന്റെ 1000 രൂപ. ചെലവായി പോയി. എങ്ങനെ ചെലവായി പോയി? എന്റെ ദൈവമേ, ഇത്ര വേഗോ? 4-5 കടകളിൽ പറ്റുണ്ടേ. അപ്പൊ അത് ആഴ്ച ക്ലിയർ ചെയ്തില്ല. പിന്നീട് തുടർന്ന് പറ്റുമായിട്ട് വരാൻ അവര് സമ്മതിക്കത്തില്ല. അത് പറ്റിപ്പാവും. പണി കുറവാന്നാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ശരി പിന്നെ തന്നാ മതി. കൊണ്ടേ കൊടുക്കെങ്കിലും കൊണ്ടേ കൊടുക്ക്. എവിടെ റോസ്മേരി എടുത്തോണ്ട് പോടാ. ഇതോ പിന്നെ ഇവിടെ കൊടുക്കുകൊണ്ട് അടുത്ത വെളി പിന്നെ വരും. പോ. എന്നാ ചീമന്റെ വണ്ടി കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞായിരുന്നു. ഞാനത് സ്വന്തമായിട്ട് എടുക്കാം. ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഇതെങ്ങനെ ചുമന്നോണ്ട് പോണു? തോളോട്ട് വെക്കങ്ങോട്ട്. പിന്നെ റൊണാൾഡെ റോസ്മേരിയുടെ അടുത്ത് തന്നെ കൊണ്ടു കൊടുക്കണം. ഇനി അടുത്ത വീട്ടിൽ കയറി അതും വിറ്റ് കാശാക്കരുത്. അതെ, ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോലെ. അവള് വിളിക്കാതെ ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞേര്. ഓ നീ പൈസ കൊണ്ട് തിരിച്ചു കയറിയാ കേട്ടാ. എന്തെങ്കിലും വരാം.